അപ്പോൾ ഞാൻ നമ്മുടെ തീർന്ന പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ തോണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേന് നമുക്ക് ആ പേസ്റ്റ് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് ആ കവറും കൂടെ അതിനകത്തിട്ടൊന്ന് മുക്കുമ്പോഴത്തേന് ആവശ്യത്തിനുള്ള പേസ്റ്റ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടിയിരിക്കും. ഉണ്ടോ? അപ്പോൾ ഇത് മാത്രം മതി. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് പല്ലി, ഈച്ചകൾ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ കവറിനകത്തുള്ളതെല്ലാം ആ വെള്ളത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കവറ് കാലിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി കൊടുക്കാം. ഇപ്പോൾ പോരാത്തതിന് താണ്ട ഇതിനകത്തുനിന്നും കൂടെ കുറച്ചെടുത്ത് കലക്കിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പേസ്റ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റ് തീർന്നാൽ കവർ ഇതേപോലെ ആക്കിയെടുത്താൽ മതി, വെറുതെ കളയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോ സാധാ കുപ്പിയിലോ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആ ഭാഗത്തെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. അതുമാത്രമല്ല ഇതുണ്ടോ കട്ട പിടിച്ച് കിടക്കുന്നതെല്ലാം നമുക്ക് കൈവച്ച് ഇതേപോലെ നാക്കി കൊടുക്കാൻ മതി, അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതെല്ലാം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് ഇരിക്കുന്ന പേസ്റ്റ് തോണ്ടിയിട്ട് നമ്മുടെ കത്രികയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കത്രികയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഇതേപോലെ തുരുമ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് തേച്ച് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ കത്രിക മാത്രമല്ല കത്തി എന്തുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കുമ്പോൾ കണ്ടോ നല്ലൊരു വെട്ടമാണ് അതിന് ഉള്ളത് കണ്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ പുറം ഭാഗത്തെല്ലാം വൃത്തിയാക്കിയെടുക്കാം. നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് പേസ്റ്റ്. അപ്പോൾ എന്താണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടവൽ വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗത്ത് പല്ലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓടിക്കോളും. ഈ സ്മെല്ലടിച്ചിട്ട് പല്ലി, ഈച്ചകൾ ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും കാണത്തില്ല. ഡൈനിങ് ടേബിൾ തുടച്ചെടുക്കാം. അപ്പോൾ കുറച്ച് അതിൽ നിന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഡൈനിങ് ടേബിളെല്ലാം തുടച്ചെടുക്കാം. കാരണം നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല്, മീൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും ആ സ്മെല്ല് അവിടെ കിടക്കും. അപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലും കാണത്തില്ല. പിന്നെ നമുക്ക് അതേപോലെ തന്നെ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടിയിലും അത് വെച്ച് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ കണ്ണിൽ വെക്കുന്ന കണ്ണട വേണമെങ്കിലും അത് വെച്ച് തുടച്ചെടുക്കാം. പിന്നെ ഇതേപോലെ ഫ്ലാസ്ക് നമ്മളിതിൻ്റെ ഇതേപോലെ കുറച്ച് ടവലിനകത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ പുറം ഭാഗം മൊത്തം ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ല രീതിയിൽ നമുക്ക് വെട്ടിത്തിളങ്ങും കണ്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ പേസ്റ്റിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റും കണ്ടോ. അതേപോലെ തന്നെ ഫ്ലാസ്കിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ചായയൊക്കെ ഒഴിക്കുമ്പോഴത്തേനാണെങ്കിലും അതേപോലെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനാണെങ്കിലും അതിൻ്റെ പുറം ഭാഗത്തെല്ലാം പുള്ളിക്കുത്ത് പോലെ കാണും. അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാം കണ്ടോ. അകമൊക്കെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടും.